കാർബണി പൊങ്കുട്ടാ വീട് നിങ്ങോട്ട് കൊടുക്കോട്ടെ മുടി ഉണങ്ങത്തില്ല ചെല്ലുന്നേ ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കിയിട്ട് പ്രാർത്ഥന എഴുതണം കേട്ടാ എന്നിട്ട് ഫുഡടിച്ച് കൊടുക്കുമല്ലോ നല്ല വൃത്തിയായിട്ട് പ്രാർത്ഥിച്ച് മെഡിക്കട്ട് അങ്ങനെ കൊതു ഇന്റർനെറ്റ് സുരക്ഷിതമായും ശരിയായ രീതിയിൽ ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? കുഞ്ഞു മക്കളുള്ള എല്ലാ വീട്ടിലും ഇന്ന് ഇതൊക്കെ തന്നെ ആയിരിക്കും വിശേഷങ്ങൾ. സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. പതിവിൽ നേരത്തെ ഞാൻ എഴുന്നേറ്റ് കേട്ടോ. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇത്രയും സമയമായി. ഇപ്പോൾ സമയം ഒരു 6 മണിയായിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ പൂജാമുറിയെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് വിളക്ക് കത്തിച്ചിട്ട് നമുക്ക് അവരെ വിളിക്കണം. ഇന്നലെ കിടന്നപ്പോഴേ അവരോട് പറഞ്ഞു രാവിലെ വിളിക്കും, മടിയൊന്നും പറയരുത്, മിടുക്ക മക്കളായിട്ട് എഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞ് കിടത്തിയിട്ടുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാരണം ഇത്രയും ദിവസം സുഖമായിട്ട് ഉറങ്ങുന്ന ശീലമല്ലേ. അപ്പം രാവിലെ 6 മണിയപ്പോൾ തന്നെ 2 പേരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പേരും വല്ല മടിയൊന്നും കൂടാതെ അങ്ങ് എഴുന്നേറ്റേ. അപ്പം ഞാൻ ഓർത്തു നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ജൂൺ 1 അല്ലെങ്കിൽ ജൂൺ 2 എന്ന് പറയുമ്പോൾ നല്ല മഴയായിരിക്കും. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന ദിവസം മഴയൊക്കെ ആയിരിക്കുമല്ലോ. പുതിയ കുടയൊക്കെ കൊണ്ടുപോകണം, പുതിയ ബാഗ് നനയുമോ, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞ് ആവരാതിയും ഒക്കെ കൊണ്ടായിരിക്കുമല്ലോ നമ്മളൊക്കെ ഉറങ്ങി എഴുന്നേൽക്കുന്നത്. അപ്പം ഇവിടെ ഇത് തന്നെയൊക്കെ ആയിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ പാടെ മഴയുണ്ടോ, കേശുടനാണെങ്കിൽ പുതിയ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് പോകണം. അപ്പോൾ മഴയാണെങ്കിൽ ഷൂ എങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ മഴയൊന്നുമില്ല, നല്ല തെളിഞ്ഞ ദിവസമായിരുന്നേ. അപ്പോൾ വേഗം തന്നെ പാൽച്ചായ അങ്ങ് ഇട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇടിയപ്പം കിഴങ്ങേറി ആക്കാമെന്ന് വിചാരിച്ചു. പുട്ടാണ് എൻ്റെ പ്ലാനിങ്ങിലുണ്ടായിരുന്നത്. ധൃതിയുള്ള ദിവസങ്ങളിൽ എവിടെയെങ്കിലും പോകണമെന്നെങ്കിലൊക്കെ പുട്ടാണ് ഞാൻ സെറ്റാക്കുന്നത്. കാരണം എനിക്കും ഇവരുടെ കൂടെ 9:30 ആകുമ്പോഴത്തേക്ക് സ്കൂളിലെത്തണം. പക്ഷേ ഇന്നലെയും പുട്ടായതുകൊണ്ട് 2 ദിവസം എങ്ങനെ പുട്ട് കൊടുക്കും? രാവിലെ നല്ലൊരു ദിവസമായിട്ട് 2 പേർക്ക് മടുപ്പുണ്ടാക്കണ്ടെന്ന് ഓർത്തിട്ട് ഇടിയപ്പത്തിലോട്ട് മാറി കേട്ടോ. അപ്പം ഇടിയപ്പം കിഴങ്ങേറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം തന്നെ മാവ് അങ്ങ് അയച്ചെടുക്കുവാണേ. മാവ് അയച്ച് വെച്ചിട്ട് വേണം കിഴങ്ങരിഞ്ഞ് അടുപ്പത്തോട്ട് വെക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ മൗലി രാവിലെ വന്നു. ഈ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ പരിപാടി ഇതാണ്. ഒന്നെങ്കിൽ എണ്ണ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ മുടി കെട്ടി കൊടുക്കുക, ഇങ്ങനെ എന്തെങ്കിലും ഇന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്ന് എണ്ണ വെച്ച് കൊടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചു. പിന്നെ വേഗം പോയിട്ട് അവൾക്ക് എണ്ണ അങ്ങ് വെച്ച് കൊടുത്തോട്ടോ. നിറച്ച് മുടി ഉണ്ടായിരുന്നതാണ്. വെക്കേഷൻ ആയപ്പോഴത്തേക്കും വെട്ടി വളർന്ന് കുറച്ച് നീളമാകുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ വെട്ടി കൊടുക്കും കേട്ടോ. ഇപ്പോഴേ മുടി വളർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാനൊക്കെ പണ്ട് മുതലേ ഇങ്ങനെ കുഞ്ഞിലേ മുതലേ മുടി വളർത്തിട്ട് ഇപ്പോൾ ഇച്ചിരി പോലും മുടിയില്ല. അതുകൊണ്ട് വെട്ടി നിർത്തിയേക്ക് കേട്ടോ. പിന്നെ ഇടിയപ്പം അങ്ങോട്ട് പീച്ച് വെച്ചിട്ട് ഞാൻ നേരെ കിഴങ്ങേറി അങ്ങ് ആക്കുവാണേ. സത്യം പറഞ്ഞാൽ ഈ കിഴങ്ങൊന്ന് കുക്കറിലിട്ട് അടിച്ചെടുത്താൽ മതിയായിരുന്നു കേട്ടോ. ധൃതിയുടെ ഇടയ്ക്ക് ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയി. ഞാനാണെങ്കിൽ നേരെ അങ്ങ് വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ ഓർത്ത് അവിടെ ഇരുന്ന് അതങ്ങ് വേവിട്ടെന്ന്. അപ്പോൾ നമ്മുടെ ഇടിയപ്പം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന ദിവസം ഏറ്റവും മടിയുള്ള കാര്യം പാത്രം കഴുകുന്നതാണ്. ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്കുട്ടൻ കാണും, അത് പീച്ച് നച്ച് കാണും, അത് കുഴയ്ക്കാൻ എടുക്കുന്ന കാണും, അതിൻ്റെ അകത്തിടാൻ തേങ്ങ തിരുമുന്ന പാത്രം കാണും. ഇങ്ങനെ ഒത്തിരി പാത്രങ്ങൾ കാണും. അപ്പോൾ കൈയോടെ അതങ്ങ് കഴുകി വെച്ചു. അതിൻ്റെ അവസാനം വന്ന കുറച്ച് മാവുണ്ടല്ലോ, എല്ലാ വീട്ടിലും കാണും ഇങ്ങനൊരു പരിപാടി. അവസാനം വരുന്ന മാവ് ഇതേപോലെ തേങ്ങയും പഞ്ചസാരയും കൂടെ കൂട്ടി കുഴച്ച് കുഞ്ഞുണ്ടയാക്കിയിട്ട് എടുക്കുവേ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത്. അങ്ങനെ അതും കൂടെ ആക്കിയിട്ട് കിഴങ്ങേറിക്കത്തെല്ലാം ചേർത്ത് കടുകും താളിച്ച് ഒരു സൈഡിലോട്ട് വെച്ച് കേട്ടോ. അപ്പം നമ്മുടെ മൗലി കുളിച്ചിട്ടൊക്കെ വന്നേ. അന്നേരം പിന്നെ തല നല്ലോണം ഒന്ന് തോർത്തി കൊടുത്തിട്ട് മുടിയൊക്കെ ജട കളയുവാണേ. കാരണം ഷാമ്പൂ ഇട്ടിട്ടുണ്ട്. നല്ലോണം കെട്ടണമെങ്കിൽ നല്ലോണം മുടി ഉണങ്ങണമല്ലോ. പിന്നെ കുറച്ച് മത്തി വറക്കണം, അതും വറുത്ത് ഇന്നലത്തെ കുറച്ച് മീൻകറിയൊക്കെ ചൂടാക്കി വെച്ചിട്ട് നേരെ തുണി കഴുകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തുണിയൊക്കെ കഴുകിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കഴിഞ്ഞ് വന്ന് അവർക്ക് 2 പേർക്കും കാപ്പി കൊടുത്തിട്ട് 2 പേരെ ഒരുക്കിയിട്ട് ഞങ്ങൾ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പം മോൾക്ക് അവിടെ ഒരു പ്രതിജ്ഞ പറയാനുണ്ട്. അപ്പോൾ ആ കറക്റ്റ് സമയത്ത് എത്തണമുണ്ട്. പിന്നെ അങ്ങ് ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ സ്കൂളിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് ഇവർ 2 പേരും പഠിക്കുന്ന സ്കൂൾ. ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ വണ്ടാനം മെഡിക്കൽ കോളേജ്. നല്ല, അതായത് നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളും ഒത്തിരി കുട്ടികളുള്ള ഭയങ്കര സ്ട്രെങ്താണ് കേട്ടോ. നല്ല തിരക്കാണ്. ഈ ഹാളിൽ കാണുന്നത് പുതിയതായിട്ട് ചേർന്ന കുട്ടികൾ മാത്രമാണ് കേട്ടോ. ബാക്കിയുള്ള പിള്ളേരെല്ലാം തിരക്ക് കാരണം അവരവരുടെ ക്ലാസ് മുറിയിൽ ഇരുത്തിയേക്കുവാണേ. അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കൂൾ വിശേഷം.